ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ട്രയാങ്കിൾസിന്റെ കൺസെപ്റ്റ് റിവിഷൻ ഒരു 20-30 മിനിറ്റ് കൊണ്ട്, മാക്സിമം 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രയാങ്കിൾസിലെ മുഴുവൻ കൺസെപ്റ്റ്സും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. എല്ലാവരും റെഡി അല്ലേ? തുടങ്ങിയാലോ നമുക്ക്. ആദ്യം തന്നെ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. ബേസ് ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ബേസ് എന്ന് പറയുന്നത് മാത്രം കേട്ടോ. ആംഗിൾസിന്റെ ബേസിലാണെങ്കിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ട്രയാങ്കിൾസിനെ. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ, എല്ലാ ആംഗിൾസും 90 ഡിഗ്രിനേക്കാളും താഴെ. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ, ഒരാംഗിൾ 90 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒരാംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 5ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഇനി സൈഡിന്റെ ബേസിലാണെങ്കിൽ ഒരു സൈഡും ഈക്വൽ അല്ല, ഒരാംഗിളും ഈക്വൽ അല്ല എങ്കിൽ സ്കെലീൻ ട്രയാങ്കിൾ. സ്കെലീൻ ട്രയാങ്കിൾ, ഒരു സൈഡ് ഈക്വൽ ആയിരിക്കില്ല, ഒരു ആംഗിൾ ഈക്വൽ ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ, രണ്ട് സൈഡ്സ് മാത്രം ഈക്വൽ ആണെങ്കിൽ ഐസോസ്ലെസ് ട്രയാങ്കിൾ. അതിൽ പ്രത്യേകത ഉണ്ട്, ഈക്വൽ ആയിട്ട് ഈ സൈഡ് ഈക്വൽ എന്ന് വിചാരിക്കാം. രണ്ട് സൈഡ്സ് ഈക്വൽ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇത്, പിന്നെ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ആ രണ്ട് സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസ്ലെസ് ട്രയാങ്കിൾ. ഇനി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ, മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും. മൂന്ന് ആംഗിളും ഓരോ ആംഗിളും ഈക്വൽ ആയിരിക്കും. മൂന്ന് ആംഗിൾ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അതായത് മൂന്ന് സൈഡ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. പിന്നെ ഓരോ ആംഗിളും ഇത് 60, ഇത് 60, ഇതും 60. എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ഈച്ച് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ, കോൺഗ്രുവന്റ് ഫിഗേഴ്സ്. കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്താ, നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഒരേ സൈസ്, സെയിം സൈസ്, സെയിം ഷേപ്പ് ഉള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുക. സെയിം ഷേപ്പും സെയിം സൈസുള്ള ഫിഗേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഒന്ന് ഇതെന്താ റെക്റ്റാങ്കിൾ ആണ്, ഇതെന്താ റെക്റ്റാങ്കിൾ ആണ്, ഇതെന്താ റെക്റ്റാങ്കിൾ ആണ്, ഇതെന്താ റെക്റ്റാങ്കിൾ ആണ്. എല്ലാം റെക്റ്റാങ്കിൾസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഒക്കെ ഷേപ്പ് എന്താ? ഷേപ്പ് സെയിം ആണ്, റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ. ഇതൊക്കെ കോൺഗ്രുവന്റ് ആണോ നോക്കണമെങ്കിൽ കോൺഗ്രുവന്റ് ആണോ നോക്കണമെങ്കിൽ ഷേപ്പ് മാത്രം നോക്കിയാൽ മതിയോ? പോരാ, സൈസും കൂടെ നോക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വലുപ്പം സെയിം ആണോ നോക്കണം. അതായത് ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ നോക്കുക. കറക്റ്റ് വലുപ്പം ഒരേ വലുപ്പമാണെങ്കിൽ ഒന്നിൻ്റെ മേലെ ഒന്ന് കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ്? കോൺഗ്രുവന്റ് ഫിഗേഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ? ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആണ്, ഇതിൻ്റെ മേലത്തെ ഭാഗം ഈ സർഫസ് റെക്റ്റാങ്കിൾ ആണ്. ഇത് റെക്റ്റാങ്കിൾ ആണ്. ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണോ? അല്ല, കാരണം സൈസ് ഡിഫറൻസ് ഉണ്ട്. ഷേപ്പ് മാത്രം സെയിം ആയിട്ട് കാര്യമില്ല. ഷേപ്പ് മാത്രം സെയിം ആയതുകൊണ്ട് കാര്യമില്ല, സൈസും കൂടെ സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? കോൺഗ്രുവന്റ് ആണെന്ന് പറയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ സർക്കിൾസ് എപ്പോഴാണ് കോൺഗ്രുവന്റ് ആവുക? സർക്കിൾസ് കോൺഗ്രുവന്റ് ആവുക പറഞ്ഞാൽ അതിന് ഷേപ്പ് ഓൾറെഡി സർക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ ഷേപ്പ് സർക്കുലർ ആണ്. ഇനി അത് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിൻ്റെ സൈസ് സെയിം ആയിരിക്കണം. സർക്കിളിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യം, ഒന്ന് റേഡിയ സെയിം ആയാൽ സൈസ് സെയിം ആവും. അല്ലെങ്കിൽ ഏരിയ സെയിം ആണെന്ന് പറഞ്ഞാൽ മതി. ഏരിയ സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റേഡിയ സെയിം ആയിരിക്കും, അതുകൊണ്ട് തന്നെ സെയിം സൈസ് ആയിരിക്കും. ഇനി അല്ലെങ്കിൽ പെരിമീറ്റർ ഐ മീൻ സർക്കംഫറൻസ് സെയിം ആയാൽ മതി. സർക്കംഫറൻസ് സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റേഡിയ സെയിം ആയിരിക്കും, സാധനം സെയിം സൈസ് തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ സർക്കിൾസ് ആണെങ്കിൽ സെയിം റേഡിയോ അല്ലെങ്കിൽ സെയിം ഏരിയ അല്ലെങ്കിൽ സെയിം സർക്കംഫറൻസ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടും എന്തായിരിക്കും? ഒരേ സൈസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സെയിം റേഡിയസ് വരുന്ന സർക്കിൾസ് ഒക്കെ എന്താണ്? കോൺഗ്രുവന്റ് ആണ്. ഇനി എല്ലാ സ്ക്വയേഴ്സ് കോൺഗ്രുവന്റ് ആണോ? ആണ്. കാരണം എല്ലാ സ്ക്വയേഴ്സും കോൺഗ്രുവന്റ് അല്ല. ചെറിയ സ്ക്വയർ ഉണ്ട്, വലിയ സ്ക്വയർ ഉണ്ട്. സൈഡ് ലെങ്ത് സെയിം ആയിട്ടുള്ള എല്ലാ സ്ക്വയേഴ്സും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. അതേപോലെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ്, സെയിം സൈഡ് ലെങ്ത് വരുന്ന എല്ലാ ഇക്വലേറ്ററൽ ട്രയാങ്കിൾസും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. അപ്പോൾ ഇതാണ് കോൺഗ്രുവന്റ് ഫിഗേഴ്സ്. ഇതിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം കോൺഗ്രുവന്റ് റൂൾസ്. ഇതിവിടെ പഠിപ്പിക്കൂല. നിങ്ങൾ എന്ത് ചെയ്യണം? 9th CBSEന്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് പഠിച്ചോളണം. ട്രയാങ്കിൾസിന്റെ കോൺഗ്രുവൻസി റൂൾസ് 9th CBSEയുടെ യൂട്യൂബ് ചാനൽ എടുക്കുക. അതിൽ ട്രയാങ്കിൾസിന്റെ ലൈവ് ആണ്. അതിൽ കൃത്യമായിട്ട് എല്ലാ റൂൾസും പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. അത് ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുണ്ട്. അത് 10th നമ്മൾ പഠിക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ കൺസെപ്റ്റ് റിവിഷൻ വീഡിയോയിൽ അത് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, 10th നമുക്ക് പഠിക്കാനുള്ളത് സിമിലാരിറ്റിയാണ്. സിമിലാരിറ്റിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഷേപ്പ് സെയിം ആവണം, പക്ഷേ സൈസ് സെയിം ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നോട്ട് നെസസറിലി ദ സെയിം സൈസ്. ഷേപ്പ് സെയിം ആവണം, സൈസ് സെയിം ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ അല്ലേ? എന്നപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, സൈസ് സെയിം ആയാലും കുഴപ്പമില്ല, ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആണോ? ആണ്. കാരണം എന്താ? അതിന് ഷേപ്പ് സെയിം അല്ലേ? സെയിം ഷേപ്പ് അല്ലേ? അപ്പോൾ എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആണ്. പക്ഷേ എല്ലാ സിമിലർ ഫിഗേഴ്സും തിരിച്ച് കോൺഗ്രുവന്റ് ആണോ? അല്ല. കാരണം സിമിലർ ഫിഗേഴ്സിൽ ഇവിടെ സൈസ് സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോട്ട് നെസസറിലി ദ സെയിം സൈസ് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഡിഫറെൻറ്റ് സൈസുള്ള സിമിലർ ഫിഗേഴ്സ് ഉണ്ടാവും അല്ലേ? പക്ഷെ അത് കോൺഗ്രുവന്റ് ആവുമോ? ഇല്ല. കോൺഗ്രുവന്റ് ആണെങ്കിൽ സൈസ് സെയിം ആവണ്ടേ. അപ്പോൾ എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആണ്, പക്ഷേ എല്ലാ സിമിലർ ഫിഗേഴ്സും തിരിച്ചെന്തല്ല? കോൺഗ്രുവന്റ് അല്ല എന്ന് മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സിമിലർ പോളിഗൺസ് എപ്പോഴാണ് സിമിലർ ആവുക? അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കണം. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്ന് പറയാം. കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ആ ഒരു
കാര്യം ഞാൻ ആ ഒരു പോയിന്റ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നോക്കോ, പ്രൂവ് ചെയ്താൽ എഴുതി കാണിച്ചു തരാം, വരച്ച് കാണിച്ചു തരാം. നോക്കോ എടാ, ഇവിടെ ഈ ആംഗിൾ സെയിം ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ്. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇതാ, ഇത് 700, അത് 70 ഡിഗ്രി ആണെടാ, മാറിപ്പോയതാണ്. 70 ഡിഗ്രി എന്നാണ്, ഡിഗ്രി അവർ താഴെ എഴുതി പോയതാട്ടോ. ഓക്കെ, ഡിഗ്രി അവർ താഴെ എഴുതി പോയതാട്ടോ സംഭവം. 70 ഡിഗ്രി എന്നാണ് ഇത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് ഇതാ, ഇത് 105, ഇതും. ഓക്കെ, പിന്നെ ഇത് 100, ഇതും. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. ഇനി കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് കറസ്പോണ്ടിങ് സൈഡ്സ് ഐഡന്റിഫൈ ചെയ്യാം? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 85ൻ്റെ 105ൻ്റെ ഇടയിലുള്ള സൈഡ് ഏതാ? 2.1 അല്ലേ? 2.1 അടിയിൽ എന്തെഴുതണം അറിയോ? അപ്പുറത്ത് 85ൻ്റെ 105ൻ്റെ ഇടയിലുള്ള സൈഡ് എഴുതണം. ഇവിടെ 85ൻ്റെ 105ൻ്റെ ഇടയിലുള്ള സൈഡാണ് 2.1. അപ്പുറത്ത് അതുപോലെ തന്നെ എടുക്കുക. 85ൻ്റെ 105ൻ്റെ ഇടയിൽ ഏതാ? 4.2. അപ്പോൾ 2.1/4.2 ആണ് ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അത് എത്രയാണ്? 2.1/4.2 എന്ന് പറഞ്ഞാൽ 2.1 എന്ന് പറഞ്ഞാൽ 4.2ൻ്റെ ഹാഫ് അല്ലേ? അപ്പോൾ 1/2. അത് 1/2 ആണ്. ഇനി അടുത്ത് നോക്കാം. 85ൻ്റെ 70 ഡിഗ്രിയുടെ ഇടയിലുള്ള സൈഡ് ഏതാ? 2.4. അപ്പോൾ റേഷ്യോ എങ്ങനെയാണ് വരിക? 2.4 ഏതാ? 85ൻ്റെ 70യുടെ ഇടയിലല്ലേ? അപ്പോൾ 85ൻ്റെ 70യുടെ ഇടയിൽ ഇവിടെ എന്താ വരുന്നത് നോക്ക്? 4.8. അപ്പോൾ 4.8, 2.4/4.8, അതും 1/2 ആണ്. ഇനി അടുത്തത് 70ൻ്റെ 100ൻ്റെ ഇടയ്ക്കുള്ള സൈഡ് 2.5 അല്ലേ? അപ്പോൾ 2.5 ഇനി ഇവിടെ നോക്ക്, 70യുടെ 100ൻ്റെ ഇടയ്ക്ക് 5 അല്ലേ? 2.5/5 എത്രയാ? 1/2. ഇനി 100ൻ്റെ 105ൻ്റെ ഇടയ്ക്ക് 1.5 ഇവിടെ 100ൻ്റെ 105ൻ്റെ ഇടയ്ക്ക് ഏതാ? 3. 1.5/3, അതും 1/2. ഇത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ഒക്കെ റേഷ്യോ കിട്ടുന്നത് സെയിം അല്ലേ? ആണ്. കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പോളിഗൺസ് നമ്മൾ എപ്പോഴാണ് സിമിലർ ആണെന്ന് പറയുക? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവണം. ഇങ്ങനെയാണ് പ്രൊപ്പോർഷണൽ ആവണം നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇവിടെ പ്രൊപ്പോർഷണൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് പോളിഗൺസും സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ ദെയിൽസ് തിയറം ആണ്. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എടുത്തു. ഈ സൈഡിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കൺസിഡർ ചെയ്യുന്നു. അതായത് ഇങ്ങനെ തന്നെ ഈ സൈഡിന് എടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ എടുക്കാം, ഈ സൈഡ് എടുക്കാം, അപ്പോൾ ലൈൻ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് എടുത്തു, ആ സൈഡിന് പാരലായിട്ട് ബാക്കി രണ്ട് സൈഡ്സിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ആ ലൈൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈ സൈഡും ആ രണ്ട് സൈഡ്സും രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ആവുന്നില്ലേ? പാർട്ട് അല്ലേ? രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്, ഈ പാർട്ടും അല്ലേ? ഈ പാർട്ടും അല്ലേ? അങ്ങനെ ഡിവൈഡ് ആവുന്ന റേഷ്യോ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതേ ബൈ ഇത് എന്താ? AD/DB ഈക്വൽ ടു ഇതേ ബൈ ഇതായിരിക്കും, AE/EC ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ മക്കളെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. AD/DB ഈക്വൽ ടു AE/EC ആകുമ്പോൾ നമുക്കത് ട്രയാങ്കിൾസിൻ്റെ സിമിലാരിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രയാങ്കിൾസിൻ്റെ സിമിലാരിറ്റി റൂൾസും കൂടെ പറഞ്ഞിട്ട് നമുക്കത് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇതിൻ്റെ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്രൂഫ് പല വീഡിയോസിലായിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടാവും. കാരണം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയർ BPTയുടെ പ്രൂഫ് ചോദിക്കാൻ ഒരു എക്സാമും നിങ്ങൾക്ക് ഇതുവരെ സ്കൂളിൽ നടന്നിട്ടുണ്ടാവില്ല, ട്രയാങ്കിൾസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു അവസാന നിമിഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് അറിയില്ല, സംഭവം നിങ്ങൾക്ക് ആ പ്രൂഫ് ഓർമ്മയില്ല എങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, നേരെ ഈ വീഡിയോ ബാക്ക് അടിക്കുക, സെർച്ച് ബാറിൽ പോവുക, BPT പ്രൂഫ് സൈലം എന്ന് സെർച്ച് ചെയ്യുക. എൻ്റെ ഒരു വീഡിയോ ആണ്, ആ വീഡിയോ കണ്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. അത് മാത്രം കണ്ടാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കോൺവേഴ്സ് ഓഫ് BPT എന്താ നോക്കാം. കോൺവേഴ്സ് ഓഫ് BPT എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള, നമ്മൾ ഒരു ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരച്ചു. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആണെന്ന് വിചാരിക്കും. അങ്ങനെ രണ്ട് സൈഡ്സിനെ ഈ ലൈൻ കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആണെന്ന് വിചാരിക്കും. ഈ ലൈൻ പാരലൽ പറയുന്നില്ല കേട്ടോ, ഈ സൈഡിന് പാരലൽ പറയുന്നില്ല, ചുമ്മാ ഈ രണ്ട് സൈഡ്സിനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ വരച്ചു. അങ്ങനെ കട്ട് ചെയ്യുന്ന റേഷ്യോ അല്ലേ AD/DB ഈക്വൽ ടു AE/EC സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ സെയിം ആണെങ്കിൽ ഈ ലൈൻ ഇതിന് പാരലായിരിക്കും. ഇതാണ് കോൺവേഴ്സ് ഓഫ് BPT. BPT തലതിരിച്ച് പറയുന്നത്. BPT എന്ന് പറഞ്ഞാൽ എന്താ? പാരലാണെങ്കിൽ റേഷ്യോ സെയിം ആയിരിക്കും. കോൺവേഴ്സ് ഓഫ് BPT പറയുമ്പോൾ തിരിച്ച് പറയണം, എങ്ങനെ? റേഷ്യോ സെയിം ആണെങ്കിൽ പാരലായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസ് എപ്പോഴാണ് സിമിലർ ആവുക എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം, അതേപോലെ തന്നെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്താവണം?
പ്രൊപ്പോർഷണൽ ആവണം. പോളിഗൺസ് പറഞ്ഞ പോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് സൈഡ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ. ആൻഡ് സിമിലർ ട്രയാങ്കിൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ കോൺഗ്രന്റ് ട്രയാങ്കിൾസിനെ റെപ്രസെന്റ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു ഈക്വൽ ടു ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആയിരുന്നു. എന്നാൽ സിമിലർ ട്രയാങ്കിൾസിലേക്ക് വരുമ്പോൾ ആ ഈക്വൽ ടു വേണ്ട, ഇത് മാത്രം മതി, ആ ഒരു സിമ്പിൾ മാത്രം മതി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സിമിലാരിറ്റി റൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി റൂൾസ്. ഓക്കെ, അതിന് മുന്നേ ചെറിയൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് സൈഡ്സ്, സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ അല്ലേടാ. സിമിലർ ട്രയാങ്കിൾസിൽ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. ആ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ, ഈ സൈഡ് ബൈ ഈ സൈഡ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ തന്നെയാണ് അതിൻ്റെ പെരിമീറ്ററിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ. സൈഡ്സിൻ്റെ റേഷ്യോ ഇപ്പോൾ A1/A2 ആണ് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് വിചാരിക്കുക. ഓക്കെ, അത് തന്നെയായിരിക്കും അതിൻ്റെ പെരിമീറ്ററിൻ്റെ റേഷ്യോ, അത് തന്നെയായിരിക്കും ആ ട്രയാങ്കിൾസിൻ്റെ ഹൈറ്റ്സിൻ്റെ റേഷ്യോ, അത് തന്നെയായിരിക്കും ആ ട്രയാങ്കിൾസിൻ്റെ മീഡിയൻസിൻ്റെ റേഷ്യോ. സൈഡ്സിൻ്റെ റേഷ്യോ തന്നെയാണ് ആ ട്രയാങ്കിൾസിൽ പെരിമീറ്ററിൻ്റെ റേഷ്യോ ആയിട്ടും ഹൈറ്റിൻ്റെ റേഷ്യോ ആയിട്ടും മീഡിയൻ്റെ റേഷ്യോ ആയിട്ടും വരിക. പക്ഷേ ആ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ സൈഡ്സിൻ്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കില്ല. ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ സൈഡ്സിൻ്റെ റേഷ്യോൻ്റെ സ്ക്വയറാണ് വരിക. അതായത് A1/A2 സ്ക്വയർ അഥവാ A1² ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ സൈഡ്സിൻ്റെ റേഷ്യോസിൻ്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സൈഡ്സിൻ്റെ സ്ക്വയറിൻ്റെ റേഷ്യോസ് ആണ് വരിക. ഓക്കെ അല്ലേ? അതായത് ഇപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ 3/4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3² 9/4² 16 9/16 എന്നാണ് വരിക. ഓക്കെ, സ്ക്വയറും കട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ, അത് മനസ്സിലാക്കി വെക്കണേ ഡിഫറൻസ്. ക്ലിയർ അല്ലേ? ഇനി ഇക്വാങ്കുലർ ട്രയാങ്കിൾസ് എന്ന് നമ്മൾ ട്രയാങ്കിൾസിനെ വിളിക്കാറുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ട് ട്രയാങ്കിൾസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വാങ്കുലർ ട്രയാങ്കിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഇക്വാങ്കുലർ ട്രയാങ്കിൾസ് കേട്ടോ. എല്ലാ ആംഗിൾസും ഈക്വൽ എന്നല്ല, അത് ഇക്വലായിട്ട് ട്രയാങ്കിൾ, അത് ഒരു ട്രയാങ്കിളിനെ മാത്രം പറഞ്ഞാൽ അത് അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് 30, 60, 90. ഈ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട്, അതിൽ 3 ആംഗിൾസ് 30, 60, 90. കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ടിലും ഈക്വൽ അല്ലേ. അപ്പോൾ അതിനെ അങ്ങനത്തെ ട്രയാങ്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഇക്വാങ്കുലർ ട്രയാങ്കിൾസ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ സിമിലാരിറ്റി റൂൾസ് ആണ്. സിമിലാരിറ്റി റൂൾസ് ഫസ്റ്റ് വൺ AAA ക്രൈറ്റീരിയ അല്ലെങ്കിൽ AA ക്രൈറ്റീരിയ എന്ന് പറയാറുണ്ട്. സംഭവം വളരെ സിമ്പിളാണ്. ഒരു ട്രയാങ്കിളിൽ രണ്ട് ട്രയാങ്കിൾസ് എടുത്തു. ഈ രണ്ട് ട്രയാങ്കിൾസിൽ മക്കളെ ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഒരു ആംഗിൾ ഒരു A ആയി. ഓക്കെ, ഈ ആംഗിളും ഈക്വൽ ആണ്. പിന്നെ ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ 2 A ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആയിരിക്കും. രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഇതിനാ 3A തിയറം എന്ന് പറയുന്നത്, AAA തിയറം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എടാ, രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവില്ലേ? കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി 180 അല്ലേ, 180 അല്ലേ. അപ്പോൾ രണ്ട് ആംഗിൾസ് ഓട്ടോമാറ്റിക്കലി രണ്ടിലും സെയിം ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും രണ്ടിലും സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ തിയറത്തിനെ AA തിയറം എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ AAA തിയറം എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി റൂൾസ് വെച്ചിട്ട് പേര് കൊടുക്കുമ്പോൾ ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഒരേ ഓർഡറിൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഇങ്ങനെ വരുന്ന രീതിക്ക് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് SSS ക്രൈറ്റീരിയ ആണ്. എടാ, നമ്മൾ എസ് എന്ന് പറയുമ്പോൾ സൈഡാണ്, A എന്ന് പറയുമ്പോൾ ആംഗിളാണ്. സിമിലാരിറ്റി റൂൾസിൽ S എന്ന് പറയുമ്പോൾ സൈഡിനെ, A എന്ന് പറയുമ്പോൾ ആംഗിളിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ A എന്ന് പറയുമ്പോൾ ആംഗിൾസ് ഈക്വൽ എന്നാണ് ആലോചിക്കേണ്ടത്. സൈഡ് എന്ന് പറയുമ്പോൾ സൈഡ്സ് പ്രൊപ്പോർഷണൽ എന്നാണ് ആലോചിക്കേണ്ടത്. സൈഡ്സ് ഈക്വൽ ആയിട്ട് ആലോചിക്കരുതേ. ഓക്കെ, അപ്പോൾ SSS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ? SSS ക്രൈറ്റീരിയൻ S 3 സൈഡ്സ്, അതായത് രണ്ട് ട്രയാങ്കിൾസിലെ 3 സൈഡ്സും പ്രൊപ്പോർഷണൽ ആവണം. അതായത് ഈ സൈഡ് ബൈ ഈ സൈഡ് ഈക്വൽ ടു, അതായത് AB/DE അല്ലേ, AB/DE അത് ഒരു സൈഡിൻ്റെ റേഷ്യോ ആണേ. ഇനി അടുത്തത് ഈക്വൽ ടു AC/DE DF AC/DF ഇത് അടുത്ത സൈഡിൻ്റെ റേഷ്യോ ആയി. ഇനി അടുത്തത് BC/EF. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസിലെയും 3 കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ we can say that by SSS criteria these two triangles are similar. എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 സൈഡ്സിൻ്റെ റേഷ്യോയും സെയിം ആണ് അല്ലേ. നോക്ക്, ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ഇത്. അപ്പോൾ നമുക്ക് SSS ക്രൈറ്റീരിയ അപ്ലൈ ചെയ്തിട്ട് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? ABC സിമിലർ ടു താഴെ എഴുതിയിട്ടുണ്ട് DEF. ഓക്കെ അല്ലേ?
എ ബി സി എന്ന് പറയുമ്പോൾ അത് ഈ സൈഡ് പിന്നെ ഈ സൈഡ്. അപ്പോൾ ഡി എഫ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് പിന്നെ ഈ സൈഡ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് അതേ ഓർഡറിൽ എഴുതി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ SAS ക്രൈറ്റീരിയ. SAS ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം SAS, 2 എസ്സും നടുക്കാണ് എ വരുന്നത് അല്ലേ? അപ്പോൾ 2 എസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 പെയർ ഓഫ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഞാൻ എടുക്കുന്നു ഈ സൈഡിൻ്റെയും റേഷ്യോ എന്താ? AB/DE അല്ലേ? AB/DE. അതേപോലെ അടുത്ത സൈഡിൻ്റെ റേഷ്യോ എന്താ? ഇത് ഈ സൈഡുമാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് BC/EF. അപ്പോൾ 2 പെയർ ഓഫ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്, അഥവാ റേഷ്യോ ഈക്വൽ ആണ്. ഓക്കെ, ഇനി 2 സൈഡായ 2 എസ് ആയ ഇനി അതിൻ്റെ നടുക്കൊരു എ വരുന്നുണ്ട്. ആൻഡ് ആ 2 സൈഡ്സിൻ്റെ നടുക്കുള്ള ആംഗിളും സെയിം ആയിരിക്കണം. അതായത് ഈ ആംഗിളും സെയിം ആയിരിക്കും. ഏതാ? ആംഗിൾ ബിയും ആംഗിൾ ഇയും സെയിം ആയിരിക്കും. അങ്ങനെയാണ് വി ക്യാൻ അപ്ലൈ SAS ക്രൈറ്റീരിയ. അക്കോർഡിംഗ് ടു SAS ക്രൈറ്റീരിയ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ എന്ന് പറയാൻ പറ്റും നമുക്ക്. ക്ലിയർ ആണല്ലോ മക്കളെ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ഫൈൻ. സോ ഇത്രയും ക്രൈറ്റീരിയ ആണ് നമുക്ക് സിമിലാരിറ്റി റൂൾസ്, ട്രയാങ്കിൾസിൻ്റെ സിമിലാരിറ്റി റൂൾസിൽ ആവശ്യമുള്ളത്. ആൻഡ് ഇത് മാത്രം പോരാ, കോൺഗ്രുവൻസി റൂൾസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതോടൊപ്പം മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഹൈ ചാൻസ് ആണ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ട്രയാങ്കിൾസ് ചോദിക്കാനുള്ള 5 മാർക്കിന്. അപ്പം സൈലത്തിൻ്റെ ലൈവ് പ്രോപ്പറായിട്ട് കാണുക, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്. ട്രയാങ്കിൾസിനൊക്കെ 4-5 മണിക്കൂറുള്ള ലൈവുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, NCERT മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ നല്ല രീതിക്ക് പഠിക്കുക, നല്ല മാർക്ക് ട്രയാങ്കിൾസിൽ സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് മക്കളെ.